ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുകയും യഹോവ ഇസ്രായേലിൻ്റെ അതിരിനപ്പുറത്തോളം വലിയവൻ എന്ന് പറയുകയും ചെയ്യും. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും, യഹോവ വലിയവൻ എന്ന് നിങ്ങൾ പറയും. 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് അത് കാണും. എന്താണ് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത്? ഇന്ന് മുകളിൽ ഏശാവിൻ്റെ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നതിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനതിങ്ങനെ പറയട്ടെ, ദുഷ്ടന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി വരും എന്നുള്ളതാണ്. ദൈവം പാപികളെ സ്നേഹിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ലോകത്തിൽ ആരും നല്ലവരായിട്ടില്ല. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയവരാ. എന്നാൽ ആ എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായി വന്ന് സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും തൻ്റെ ശരീരത്തിന്മേൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിക്കുകയും അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ആര് ഈ യേശു ക്രിസ്തുവിനെ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നുവോ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ മേൽ വരുവാനിരുന്ന ന്യായവിധിയിൽ നിന്ന് ദൈവം ഭയങ്കരമായൊരു വിടുതൽ നൽകുകയും അവർക്ക് വലിയൊരു രക്ഷ ദൈവം നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ ലോകത്തിൽ ദുഷ്ടന്മാരായി ജീവിച്ച മനുഷ്യർക്ക് യേശുക്രിസ്തു മുഖാന്തരം ദൈവം ഒരുക്കിയ രക്ഷാകരമായ പദ്ധതിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്നാരും പാപത്തിൽ മരിച്ച് നരകത്തിലേക്ക് പോകേണ്ടതില്ല. ജാതി ഏതുമാകട്ടെ, മതമേതുമാകട്ടെ, വർണ്ണമേതുമാകട്ടെ, ദേശമേതുമാകട്ടെ, ദൈവം പറയുന്നു എല്ലാ മനുഷ്യരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടവരാണെങ്കിൽ ആ നഷ്ടപ്പെട്ടുപോയ സകല മനുഷ്യർക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ കാൽവരിയിലെ ക്രൂശിൽ തൻ്റെ മരണത്താൽ സകല പാപിക്കും രക്ഷ അഥവാ വീണ്ടെടുപ്പ് ഒരുക്കി എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ ഏറ്റവും സന്തോഷത്തോടെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരും ഇന്ന് പാപത്തിൽ മരിച്ച നരകത്തിലേക്ക് പോകേണ്ടതില്ല. കൃപയാൽ 1993 ജൂൺ മാസം 24-ാം തീയതി ഈ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു ഭാഗ്യം തന്നു. അന്നുവരെയും ഒരു മഹാപാപിയായി നരകത്തിന് വിധിക്കപ്പെട്ടവനായി ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. ദൈവം എനിക്ക് പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നിത്യജീവൻ അഥവാ ആത്മരക്ഷ എന്നുള്ളത്. ആ നിത്യജീവൻ അഥവാ ആത്മരക്ഷ ദൈവം താങ്കൾക്കും നൽകിയിട്ടുണ്ട്. പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ ഒരു രക്ഷയുടെ, ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നിത്യ സൗഭാഗ്യത്തിൻ്റെ ദിനമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറിച്ച് താങ്കളിത് കേട്ടിട്ടും പലവട്ടം സുവിശേഷം കേട്ടിട്ടും പലരിൽ നിന്ന് കേട്ടിട്ടും യേശു ക്രിസ്തു പാപിയായ താങ്കളുടെ ജീവിതത്തിൽ
രക്ഷാകരമായ പദ്ധതി ഒരുക്കി താങ്കളെ സ്നേഹത്തോടെ മാടി വിളിക്കുന്നു. രക്ഷിപ്പാൻ ക്രിസ്തുവുണ്ട്. പാപത്തിൽ നരകത്തിലേക്ക് വീഴണ്ട. സഹോദര സഹോദരി, ഈ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വാ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു ദൈവവൈതലായി, ഒരു ദൈവമകനായി മകളായി തീരുവീരെന്നുള്ള വാസ്തവമായ സത്യമായ ഈ സന്ദേശം താങ്കൾ പലവട്ടം കേട്ടിട്ടും ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കാതെ പോയാൽ തിരുവചനം പറയുകയാണ്, ദൈവം ന്യായം വിധിക്കും. ദൈവം സ്നേഹവാനാണ്. അതൊരു വസ്തുതയാണെങ്കിൽ അതിനൊരു മറുവശം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ന്യായം വിധിക്കും. ദൈവം ന്യായം വിധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ താങ്കൾക്ക് കഴിയാതെ പോകും. താങ്കൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോകും. കാരണം രക്ഷിപ്പാൻ അന്ന് ഒരു ശക്തിയും ഉണ്ടാവുകയില്ല. രക്ഷിപ്പാൻ അന്നൊരു വ്യക്തിയും ഉണ്ടാവുകയില്ല. രക്ഷിപ്പാൻ അന്നൊരു മതവും ഉണ്ടാവുകയില്ല. രക്ഷിപ്പാൻ അന്ന് താങ്കളുടെ കൂടെയുള്ള ഒരു കൂട്ടുകാരനും ഉണ്ടാവുകയില്ല. താങ്കളെ ഇന്ന് ഇതിൽ നിന്ന് പിടിച്ച് പിന്നോട്ട് വലിക്കുന്ന ഒരു ശക്തിയും അന്ന് താങ്കളെ നരകത്തിൽ നിന്ന്, ദൈവത്തിന്റെ കോപത്തിൽ നിന്ന്, വരാനിരിക്കുന്ന ഭയങ്കരമായ ന്യായവിധിയിൽ നിന്ന് രക്ഷിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. താങ്കൾ തൻ്റെ ന്യായവിധിയിലേക്ക് പോയി ദൈവത്തിൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ട് നിത്യമായ നരകത്തിൽ നിത്യകാലം ജീവിക്കേണ്ടി വരും. എത്രയോ സങ്കടകരമായ കാര്യമാണത്. ഇവിടെ തിരുവചനം പറയുകയാണ്, നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ടത് കാണും. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ടത് കാണും. ദൈവത്തിൻ്റെ ന്യായവിധി നോക്കണേ. ന്യായം വിധിക്കുന്ന ഒരു ദൈവം. രണ്ടാം ഭാഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ ഇസ്രായേലിന്റെ അതിനപ്പുറത്തോളം വലിയവൻ. പ്രൈസ് ദി ലോർഡ്. യഹോവ വലിയവൻ, യഹോവ മാത്രം വലിയവൻ. ഞാനത് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. യഹോവ വലിയവൻ. കാരണം യഹോവ അത്യുന്നതനായ ദൈവമാണ്, ശ്രേഷ്ഠനായ ദൈവമാണ്, സ്വർഗോന്നതങ്ങളിൽ വസിക്കുന്ന ദൈവമാണ്. യഹോവ സാറാഫുകളാലും ദൂതഗണങ്ങളാലും ആരാധന സ്വീകരിക്കുന്ന ദൈവമാണ്. സ്വർഗീയ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവമാണ്. യഹോവ വലിയവനാ, യഹോവ വലിയനാ. എന്നാൽ ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ വലിയവനെന്ന് പറയുമ്പോൾ അവൻ്റെ കേവലം മഹത്വത്തെക്കുറിച്ച് മാത്രമല്ല, ഞാനതിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. യഹോവ വലിയവൻ. വലിയവനെന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള ഏത് പാപിയെയും സ്നേഹിച്ചുകൊണ്ട് അവരുടെ പാപത്തിന് വേണ്ടി തൻ്റെ ജീവനെ ആ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമാക്കി തീർത്ത് നമ്മെ, പാപിയെ, ദുഷ്ടനെ, കഠിന പാപിയെ വീണ്ടെടുക്കുമ്പോൾ ഇവനെ പോലെ വലിയവൻ ആരുണ്ട്? ദൈവത്തിന് സ്തോത്രം. പാപിയെ സ്നേഹിച്ച വലിയവൻ, പാപിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച വലിയവൻ, പാപിക്ക് രക്ഷയൊരുക്കിയ വലിയവൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇവനെ പോലെ വലിയവൻ ആരുമില്ല. പാട്ടുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്: അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെപ്പോൾ ആരാധ്യനാരുമില്ല. അതെ, അവന് തുല്യം പറയുവാൻ ഒരുവനില്ല, അവനൊപ്പം പറയുവാൻ ഒരുവനില്ല. ഇവനെപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവനുമില്ല. കാരണം എന്താ? അവൻ വലിയവനാ. ഇവിടെ പാപിയെ സ്നേഹിക്കുന്നവൻ ആരുണ്ട്? രോഗിയെ സ്നേഹിക്കുന്നവൻ ആരുണ്ട്? മരണത്തിലേക്ക് പോകുന്നവരെ സ്നേഹിക്കുന്നവൻ ആരുണ്ട്? കുഷ്ഠരോഗിയെ സ്നേഹിക്കുവാൻ ഇവിടെ ആരുണ്ട്? നല്ലവരെ തേടി നടക്കുന്ന ആളുകളെയാണ് ലോകത്തിൽ കാണുന്നത്. രാഷ്ട്രീയക്കാർക്ക് നല്ലവരെ മതി, മതങ്ങൾക്ക് നല്ലവരെ മതി, എല്ലാവർക്കും നല്ലവരെ മതി. എൻ്റെ കുഞ്ഞ് നല്ലതായിരിക്കണം, എൻ്റെ ഭാര്യ നല്ലതായിരിക്കണം, എൻ്റെ ഭർത്താവ് നല്ലതായിരിക്കണം, എൻ്റെ ബന്ധുക്കൾ നല്ലതായിരിക്കണം. നല്ലവരെ മതി ആളുകൾക്ക്. എന്നാൽ ലോകത്തിൽ ഒരു നല്ലവനും ഇല്ലാതിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പാപിയെ തേടി ലോകത്തിൽ വന്ന്
അവന് പകരമായി ക്രൂശിൽ മരിച്ച് അവന് രക്ഷയൊരുക്കിയപ്പോൾ ഈ കർത്താവിനെ പോലെ വലിയവനാരുണ്ട്? ഓ സ്തോത്രം! അതേ യഹോവ വലിയവൻ. ഇസ്രായേലിന് അതിരിനപ്പുറത്തോളം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സകല കോണിലും സകല കോണിലും സകലയിടങ്ങളും വലിയവനായ ഒരുവൻ മാത്രം. ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശു കർത്താവാണ് ആ വലിയവൻ. പ്രിയ സഹോദര സഹോദരി, എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, ഇവനെ പോലെ വലിയവൻ വേറെ ആരുമില്ലാകിയാൽ, ഇവൻ ചെയ്ത വലിയ പ്രവൃത്തി പോലെ ചെയ്ത വേറൊരു പ്രവൃത്തിയുമില്ലാകിയാൽ, ഓ ഈ അരുമനാഥനെ താങ്കളുടെ ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിലേക്കൊന്ന് മാടി വിളിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നിത്യജീവൻ അവകാശിയായി തീരാൻ താങ്കൾക്ക് സാധിച്ചാൽ, ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ വലിയ ആനന്ദത്തിൻ്റെ ദിവസമായിട്ട് തീരും. ഈ വലിയവൻ ഹൃദയത്തിൽ വരുമ്പോൾ താങ്കളും വലിയവനായി തീരുകയാണ്. ഈ വലിയവൻ ഹൃദയത്തിൽ വരുമ്പോൾ താങ്കളും ആദരിക്കപ്പെടുന്നവനായി തീരുക. ഈ വലിയവൻ ഹൃദയത്തിൽ വരുമ്പോൾ താങ്കളും ബഹുമാനയോഗ്യനായി തീരുക. ഈ വലിയവൻ ഹൃദയത്തിൽ വരുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ ഒരു വലിയ നിത്യരക്ഷ ലഭിക്കുക. ഇത് തള്ളിക്കളയാനിട വരാതെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ മുന്നിൽ നാം മഹത്വപ്പെടട്ടെ.